നമസ്കാരം. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന കടുത്തുരുത്തി മണ്ഡലത്തിൽ ഇത്തവണ കടുത്തതും പ്രവചനാതീതവുമായ പോരാട്ടമെന്ന വിലയിരുത്തൽ ശക്തമാകുന്നു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ വെറും 4400 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മോൻസ് മണ്ഡലം നിലനിർത്തിയിരുന്നു. എന്നാൽ ഇത്തവണ പോളിംഗ് ശതമാനത്തിൽ ഉണ്ടായ ശ്രദ്ധേയമായ ഇടിവ് മുന്നണികളെ ആശങ്കയിലാഴ്ത്തുകയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഏകദേശം 9000-ഓളം വോട്ടുകളാണ് ഇത്തവണ കുറഞ്ഞത്. 10000 വോട്ടുകളുടെ രാഷ്ട്രീയ മേൽക്കോയ്മയുള്ള ഇടതുപക്ഷത്തിന് കഴിഞ്ഞ തവണ മോൻസ് നൽകിയ മറുപടി 4400 വോട്ടിന്റെ വിജയമായിരുന്നു. BJP വോട്ടുകളിലും സമുദായ വോട്ടുകളിലും ഉണ്ടായ നിർണായകമായ മാറ്റങ്ങളാണ് അന്ന് ഫലത്തെ സ്വാധീനിച്ചത്. എന്നാൽ 2026-ൽ ചിത്രം മാറുന്നുവെന്ന സൂചനകളാണ് ലഭിക്കുന്നത്. പാലായേക്കാൾ ശക്തമായ അടിത്തറയുള്ള കേരള കോൺഗ്രസ് എമ്മിന്റെ 30,000-ഓളം വരുന്ന വോട്ടുകൾ പെട്ടിയിലാക്കാൻ നിർമ്മല ജിമ്മിക്ക് സാധിക്കുമോ എന്നതാണ് പ്രധാന ചോദ്യമായി ഉയരുന്നത്. അതേസമയം കാൽനൂറ്റാണ്ടായി മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന മോൻസിന്റെ വ്യക്തിബന്ധങ്ങളും പ്രാദേശിക സ്വാധീനവും വീണ്ടും വിജയത്തിലേക്കു നയിക്കുമോ എന്നതും ശ്രദ്ധേയമാണ്. ഇതിനിടെ BDJS സ്ഥാനാർത്ഥി നേടുന്ന വോട്ടുകൾ മോൻസിന്റെ ഭൂരിപക്ഷത്തിൽ വലിയ വിള്ളലുണ്ടാക്കാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. കഴിഞ്ഞ തവണ പിന്തുണച്ച KPMS കനാനായ സമുദായ വോട്ടുകളിൽ ഇത്തവണ മാറ്റമുണ്ടായാൽ ഫലം കീഴ്മേൽ മറിയാനും സാധ്യതയുണ്ട്. സർക്കാരിനെതിരെയുള്ള വികാരവും MLA വിരുദ്ധ വികാരവും തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ടമാണ് കടുത്തുരുത്തിയിൽ നടക്കുന്നത്. ചുരുക്കത്തിൽ ഓരോ വോട്ടും നിർണായകമാകുന്ന ഒരു ഫോട്ടോ ഫിനിഷിലേക്കാണ് കടുത്തുരുത്തി നീങ്ങുന്നത്. 4400 വോട്ടിന്റെ ലീഡ് മറികടന്ന ഇടതുപക്ഷം മണ്ഡലം പിടിക്കുമോ അതോ മോൻസ് തന്റെ കരുത്ത് വീണ്ടും തെളിയിക്കുമോ? നമുക്ക് കാത്തിരുന്നു കാണാം.